ഈ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അരുൺ എ ബി എന്നീ ഇനങ്ങൾ രൂപയ്ക്ക് വാങ്ങി. ഓക്കെ, സോ അതെന്താ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്? 192 റുപ്പീസാണ് അതിൻ്റെ കോസ്റ്റ് പ്രൈസ് അല്ലേ? സോ എ പ്ലസ് ബി എന്ന് പറയുന്നത് 192. ഇനി അയാൾ എ ഇനത്തെ 20% ലാഭത്തിലും ബി ഇനത്തെ 20% നഷ്ടത്തിലും വിൽക്കുന്നു. ഓക്കെ, സോ വിറ്റപ്പോൾ അയാൾക്ക് 1.2 എ പ്ലസ് 0.8 ബി എന്ന് പറയുമ്പോൾ ഒരു എമൗണ്ട് കിട്ടി. അതാണ് സെല്ലിംഗ് പ്രൈസ്. ബേസിക് കോൺസെപ്റ്റ്, സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. എങ്ങനെയാണ് വരുന്നത്? അയാളുടെ ആകെ ലാഭം 8 രൂപ. സിമ്പിൾ. സോ 1.2 ഇതല്ലേ സെല്ലിംഗ് പ്രൈസ് പ്ലസ് 0.8 ബി മൈനസ് എ പ്ലസ് ബി കോസ്റ്റ് പ്രൈസ് അത് 8 രൂപ. എത്ര വരിക? അത് 0.2 എ 0.8 ബി മൈനസ് 1 എന്ന് പറയുമ്പോൾ മൈനസ് 0.2 ബി ഈക്വൽ ടു 8. അപ്പോൾ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? 8/2 ഇൻറ്റു 10 ഈക്വൽ ടു 40. അപ്പോൾ എ പ്ലസ് ബിയുടെ വാല്യൂ എന്താണ്? 192. എ മൈനസ് ബി എന്തിനാണ്? 40. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്? എ പ്ലസ് ബി അതായത് 192 പ്ലസ് 40. അതെന്താ സംഭവം? എ പ്ലസ് ബി എ മൈനസ് ബി, ഇത് രണ്ടിൻ്റെയും കൂടി അഡീഷൻ ആണല്ലോ. ബിയും ബിയും ക്യാൻസൽ ആവും. സോ 2a എന്ന് പറയുന്നത് 232. അപ്പോൾ എൻ്റെ വാല്യൂ എന്തായിരിക്കും? 116. കിട്ടി. നിങ്ങൾ പഠിച്ച കോൺസെപ്റ്റിനാണ് അതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവൽ, ജസ്റ്റ് ഒരു നെക്സ്റ്റ് ലെവൽ ആപ്ലിക്കേഷൻ. ഇത്രയേ ഉള്ളൂ. ഫോക്കസ് ചെയ്ത ഒരാൾക്ക് ഇതിൻ്റെ ആൻസർ എന്തായാലും കിട്ടിയിട്ടുണ്ടാവും. വളരെ എളുപ്പമാണ്. ഇനി ഈ കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് പിന്നെ നോക്കാം. നെക്സ്റ്റ് നമുക്ക് ഇത് നോക്കാം. രണ്ട് സംഖ്യകളുടെ ശരാശരി എ ബി ആണ്. രണ്ട് സംഖ്യകളുടെ ശരാശരി എങ്ങനെ കണ്ടുപിടിക്കുക? എ പ്ലസ് ബി അല്ലേ? എ പ്ലസ് ബി ബൈ 2. ശരാശരി എത്രയാണ്? എ ബി ആണ് അത്ര. ഓക്കെ, സോ എ പ്ലസ് ബി ഈക്വൽ ടു 2ab. സോ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? 2ab മൈനസ് എ. ബി ഈക്വൽ ടു എന്താണ്? എ 2b മൈനസ് 1 അല്ലെങ്കിൽ 2ab മൈനസ് എ. ഇത് തന്നെയാണ് ഉത്തരം. കിട്ടി. ഒന്നുമില്ലാതെ വളരെ സിമ്പിളാണ്. ഇനി 2 x ഈക്വൽ ടു 1024. ഇത് നിങ്ങൾ ഒരു വർഷം അല്ലെങ്കിൽ ഒരു 6 മാസം പഠിക്കുമ്പോൾ തന്നെ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ നിങ്ങൾ കേപ്പബിൾ ആയിട്ടുണ്ടാവും. കണ്ണടച്ച് നമുക്ക് ഉത്തരം പറയാൻ പറ്റും. ദാറ്റ് ഈസ് 10. ഓക്കെ, 2 ഈക്വൽ ടു 1024. അറിയാത്ത ഒരാളാണെങ്കിൽ ഫാക്ടറൈസ് ചെയ്തോളൂ, കുഴപ്പമില്ല. 1024 ബൈ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 512. ദാറ്റ് ഈസ് 2 ഇൻറ്റു 512 അല്ലേ? 2 ഇൻറ്റു 512. വീണ്ടും പോകുമോ? യെസ് പോകും. 2 സ്ക്വയർ ഇൻറ്റു 256. വീണ്ടും പോകുമോ? യെസ്. 2 ക്യൂബ് ഇൻറ്റു 128. വീണ്ടും പോകുമോ? 2⁴ ഇൻറ്റു 64. ഇത് അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരിക്കണം. കാരണം 2 എത്രയാണ്? 2⁶ ആണ് 64. അല്ലെങ്കിൽ 2⁵. കുഴപ്പമില്ല, ഒന്നും കൂടി ചെയ്തോളൂ. 32. 2⁵ ആണ്. നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്, ഡൺ. അത് വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. കിട്ടി. അടുത്ത ചോദ്യം 6387 ഡിവൈഡ് ബൈ 8516. ഓക്കെ, താഴെ 8516 എന്നാണുള്ളത്. ഇത് 11 പോകുമോ നോക്കാം. അതിനു മുമ്പ് ഒരു മിനിറ്റ്. 8516. 8 പ്ലസ് 1 9, ദെൻ 5 പ്ലസ് 6 11. സോ പോകില്ല. 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ ഇത് ആൻസറിലില്ല. ഓക്കെ, ഇതല്ല ആൻസർ. ഇനി 3 പോകുമോ? ഇത് 8 പ്ലസ് 5 13, 13 14 20. ഇല്ല. സോ ഇതും വരുന്നില്ല. ഇനി 16 ബൈ 4. യെസ്, ഇറ്റ്സ് ഗോസ്. 4ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ അറിഞ്ഞ ഒരാൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അല്ലേ? സോ ഈ ഓപ്ഷൻ കറക്റ്റ് ആയിരിക്കാം. നമുക്കൊന്നും കൂടി ചെക്ക് ചെയ്യാം. 6387. 6 3 9, 9 പ്ലസ് 8 17, 17 പ്ലസ് 7 24. യെസ്, ഇതായിരിക്കും ഉത്തരം. വേണമെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ, വളരെ എളുപ്പമാണ്. ഇനി 7 പോകുമെന്ന് നോക്കൂ. 8516 ഡിവൈഡ് ചെയ്യാൻ കറക്റ്റായിട്ട് പോകുമെന്ന് നോക്കൂ. 1 2 അഗെയിൻ 146 വരില്ല. ഓക്കെ, വളരെ എളുപ്പത്തിൽ നമ്മൾ കണ്ടുപിടിച്ചു. ദാറ്റ്സ് ഇറ്റ്, ഡൺ. ഇനി അടുത്ത എന്താണ്? 20% സം ഓഫ് എം ഐറ്റംസ് ഈസ് ഇറ്റ്സ് ആവറേജ്. ഇത് വളരെ ബേസിക് തിങ്സ് ആട്ടോ. 20% ഓഫ് സം ഓഫ് എം ഐറ്റംസ് 1 പ്ലസ് സംതിങ് പ്ലസ് എം. ആവറേജ് എത്രയായിരിക്കും? ബൈ എം ആണ്. എം ഐറ്റംസ് അല്ലേ പറയുന്നത്. അതിൻ്റെ പ്രൈസ് എന്ന് വെച്ചോളൂ, എം എന്ന് വെച്ചോളൂ. എത്രയാണ്? സം ഓഫ് ഈസ് ഇറ്റ്സ് ആവറേജ്. 20% അതിൻ്റെ ആവറേജ് ആണെന്ന് പറഞ്ഞു. ആവറേജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 1 പ്ലസ് എം ഡിവൈഡഡ് ബൈ എം ഐറ്റംസ്. എം ഉള്ളതുകൊണ്ട് ഓക്കെ, 20% ഓഫ് ഇതിൻ്റെ സമ്മ ഈക്വൽ ടു ആവറേജ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ 2 നമ്പറിൻ്റെ ആവറേജ് ആണെങ്കിൽ എ പ്ലസ് ബി ബൈ 2 എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. അതേ മോഡലാണ്. ആ സെയിം മോഡൽ തന്നെയാണ്. ഇതൊരു വലിയ
ഡൗട്ട്സ് ഒന്നും വരാനില്ല. എന്താവും, ഇത് രണ്ടും ക്യാൻസൽ ആവും. 20% ഈക്വൽ ടു 1/m. സോ 20% എന്താണ്, 2/10 ഈക്വൽ ടു 1/m. m ഈക്വൽ ടു 10/2, അതായത് 5 കിട്ടി. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് m ആണെങ്കിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളൂ. ഇറ്റ്സ് സിമ്പിൾ. ഓക്കെ, ഇതൊന്നും വലിയ കോംപ്ലിക്കേഷൻ ഇല്ല, വളരെ ഡയറക്റ്റ് ആണ്. ഞങ്ങളുടെ ടെസ്റ്റ് സീരീസിലൊക്കെ ഇതിനേക്കാളും ഹൈ ലെവൽ കോംപ്ലക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഇതൊക്കെ വളരെ സിമ്പിളാണ്. ഇനി ഇത് മൊത്തം നമുക്ക് ഡിലീറ്റ് ചെയ്യാം. നമുക്ക് അടുത്തതിലോട്ട് പോകാം. 20% ഓഫ് ദ സം ഓഫ് അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി എന്താണ്, ദ ഹൈറ്റ് ഓഫ് ദ ക്യൂബോയിഡ് ഹൂസ് വോള്യം. ക്യൂബോയിഡിൻ്റെ ഹൈറ്റ് പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്, ഹൈറ്റ് ഓഫ് ദ ക്യൂബോയിഡ് ഹൂസ് വോള്യം. വോള്യം എന്താണ്, ക്യൂബോയിഡ് എന്ന് പറയുമ്പോൾ L ഇൻറ്റു ബി ഇൻറ്റു എച്ച് അതാണ്. ഓക്കെ, ബേസ് ഏരിയ എന്ന് തന്നിട്ടുണ്ട്, അതെന്താണ് L ഇൻറ്റു ബി. അപ്പോൾ വാല്യൂ എത്രയായിരിക്കും, ഹൈറ്റ് മാത്രം കണ്ടുപിടിക്കേണ്ടത്. L ഇൻറ്റു ബി ഇൻറ്റു എച്ച് ഡിവൈഡഡ് ബൈ L ഇൻറ്റു ബി കിട്ടിക്കഴിഞ്ഞാൽ ഹൈറ്റ് മാത്രം കിട്ടും. എത്രയാണ്, 225 ഡിവൈഡഡ് ബൈ 25. 25 ഇൻറ്റു 10 250. 9 ടൈംസ്. സോ അതാണ് കിട്ടി. ദാറ്റ്സ് ഇറ്റ്, ഡൺ. ഓക്കെ, അടുത്തതിലോട്ട് പോവാം. ഞാനിത് വളരെ ഫാസ്റ്റായിട്ട് പോകുന്നതെന്ന് വെച്ചാൽ ഇത് എക്സാമിന് വന്ന ചോദ്യങ്ങളാണ്. ഇത്രയും ഫാസ്റ്റിൽ നിങ്ങൾ ചെയ്യാൻ പറ്റണം. ഹൗ മെനി ഐറ്റംസ് ആർ ദർ ഇൻ ദ സിമ്പിൾ AN, നമ്മുടെ മറ്റേ കോൺസെപ്റ്റ്. ഓക്കെ, AP പ്രോഗ്രഷനിൽ എത്രാമത്തെയാണ് നമ്പർ എന്നുള്ളത്. A+n-1 ഇൻറ്റു ഡിഫറൻസ്. എത്രയാണ് നമ്പർ, ഫൈനൽ നമ്പർ തന്നിട്ട് 100 ആണ്. ആദ്യത്തെ നമ്പർ ഏതാണ്, 4 ആണ്. n-1 ഡിഫറൻസ് 3 ആണ്. ഡൺ. 96 ഈക്വൽ ടു n-1 ഇൻറ്റു 3. ദാറ്റ് ഈസ് n-1 ഈക്വൽ ടു 32, n ഈക്വൽ ടു 33. ഡൺ, കിട്ടി. നോ, നെക്സ്റ്റ് പെട്ടെന്ന് അടുത്ത്. റേഷ്യോ ബിറ്റ്വീൻ ദ 3 നമ്പേഴ്സ് 2:3:4. 2x 3x 4x അങ്ങനെ തന്നെ കേട്ടോ, കുഴപ്പമില്ല. 4 3 7 7 2 9. 9x 9xൻ്റെ സമ്മത്തിലാണ് 27. എക്സിൻ്റെ വാല്യൂ 3. ദാറ്റ്സ് ഇറ്റ്, ഡൺ. സോ നമ്പേഴ്സ് ആണ് 6 9 12. 12 സോ 6 ഇൻറ്റു 9 54. 54 ഇൻറ്റു 12. ഓപ്ഷൻ നമ്മൾ ചെയ്യാനൊന്നും പോകണ്ട, ഇതിൽ തന്നെ ഉണ്ട്, ഒന്നുമില്ലല്ലോ. 500 മേലെയുള്ള നമ്പർ ഏതാണ്, 648. ഓക്കെ, ഞാൻ ചെയ്തു പോലും നോക്കുന്നില്ല. നമുക്കിനി അടുത്തൊരു ചോദ്യം കൂടി നോക്കാം. എന്താണ്, ആനന്ദ് ബോലയുടെ 3 ഇരട്ടി നല്ല ജോലിക്കാരനാണ്. ഓക്കെ, ആയിക്കോട്ടെ, നമ്മളൊന്നും പറയുന്നില്ലല്ലോ. ഓക്കെ, 3 ഇരട്ടി നല്ല ജോലിക്കാരൻ. അപ്പം നമ്മളുടെ കോൺസെപ്റ്റ്, നമ്മൾ പഠിച്ച കോൺസെപ്റ്റിൽ എന്താണ്, ഫ്രാക്ഷൻസ് ഒന്നുമില്ല, വളരെ എളുപ്പമാണ്. ആനന്ദ് എന്ന് ഞാൻ എഴുതുന്നു ഇവിടെ. ഓക്കെ, ബോല 3 ഇരട്ടി. ഓക്കെ, സോ 1 യൂണിറ്റ് ഓഫ് വർക്ക് ബോല ചെയ്യുകയാണെങ്കിൽ 3 യൂണിറ്റ്സ് ഓഫ് വർക്ക് ആര് ചെയ്യും, ആനന്ദ് ചെയ്യും. സോ അവർ രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ എത്രയാണ് ടോട്ടൽ, 4 യൂണിറ്റ്സ് ഓഫ് വർക്ക്. സിമ്പിളാണ്. നിങ്ങളുടെ ഓപ്ഷനിൽ 4 കൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന വാല്യൂ. ഓക്കെ, 30 ഡിവൈഡ് ബൈ 4 എത്രയാണ്, 7.5. അല്ല, 25 ഡിവൈഡ് ബൈ 4 നോ. 15 ദിവസം കൊണ്ട് ഒരുമിച്ച് ജോലി ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 20 ഡിവൈഡ് ബൈ 4 നോ. 20 ഡിവൈഡ് ബൈ 4 ചെയ്യാം, 5 ദിവസം കൊണ്ട് ജോലി ചെയ്തവർക്കും. രണ്ടുപേരും ഒരുമിച്ച് ചെയ്യണമെങ്കിൽ 60. 60 ഡിവൈഡ് ബൈ 4 എക്സാക്ട്ലി 60 ഡിവൈഡ് ബൈ 4 എക്സാക്ട്ലി 15 ദിവസം. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 60 ആണ്. ഏറ്റവും എളുപ്പമാണത്. ഓക്കെ, ഇനി അടുത്തതിലോട്ട് പോവാം. സംഖ്യാ പരമ്പരയിലെ തെറ്റായ സംഖ്യ കണ്ടെത്തുക. സോ 6. ഇതൊരു കുറച്ച് നിങ്ങളെ ചിലപ്പോൾ സമയം നഷ്ടപ്പെടുത്താൻ വേണ്ടി തന്നൊരു ചോദ്യം എന്ന് പറയാം. പക്ഷേ പ്രാക്ടീസ് ഉള്ളവർക്ക് വളരെ എളുപ്പത്തിൽ കിട്ടും. ഇത്തരത്തിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ മോക്ക് ടെസ്റ്റിലുണ്ട്. ഓക്കെ, 6 to 15 എത്രയാണ്, 9. 15 to 13 എത്രയാണ്, 28 എത്രയാണ്, 13. 28 to 44 എത്രയാണ്, 16 അല്ലേ, 16. വീണ്ടും അടുത്ത എത്രയാണ്, 44 to 66 22. സോ ഇവിടെ നോക്കൂ. പിന്നെ 66 to 91 ദാറ്റ് ഈസ് അഗെയിൻ 25. ഓക്കെ, 4 3 ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. 6 3. സോ സംവേർ ഇത് ആക്ച്വലി 4 3. 13 മൈനസ് 9 4. 16 മൈനസ് 13 3. 22 മൈനസ് 6 വീണ്ടും 3. എവിടെ ഒരു പാറ്റേൺ എനിക്കത് മിസ്സാവുന്നു എന്ന് വേണമെങ്കിൽ പറയാം. 9 4 13. 13 പ്ലസ് 17 17 പ്ലസ് 4 21
21 പ്ലസ് 4 25. അങ്ങനെ ഒരു പാറ്റേൺ പോകാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ട് ഇതിന്, അല്ലേ? അത് എവിടെയാണ് സ്റ്റക്ക് ആവുന്നത്? ഈ 16 ഈ വാല്യൂ, അല്ലേ? ഇതാണ് എൻ്റെ തെറ്റായിട്ടുള്ള വാല്യൂ എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. കാരണം അത് എന്തുകൊണ്ടാണ് ഞാൻ പറയണമെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസിലൂടെ കിട്ടുള്ളൂ. ഓക്കെ, ഇതിനൊരു പ്രത്യേക ഫോർമുലയൊന്നുമില്ല, പല ടൈപ്പിൽ അവർ തരും. ഇത് ഞാൻ എന്തുകൊണ്ട് ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ 16 ഇവിടെ ഈ എൻ്റെ ഈ പാറ്റേൺ ഇവിടെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ 9 + 4 13, 13 + 4 17 കറക്റ്റാണ്. ഓക്കെ, 17 + 4 21, 21 + 4 25. സോ ഇവിടെ 25ൻ്റെ അവിടെ വരുന്ന സമയത്ത് ഈ പാറ്റേൺ എനിക്ക് കറക്റ്റായി കിട്ടണമെങ്കിൽ ഇതിലെവിടെയോ ഒരു നടുക്ക് എനിക്ക് ബ്രേക്ക് വരുന്നുണ്ട്. അത് ഏതാണെന്നാണ്. ഇവിടെ 17 എന്നുള്ളത് വരുന്നില്ല. ഓക്കെ, അതിന് കാരണം എന്താണ്? 44. പിന്നെ ഇവിടെ നിന്ന് അടുത്തെന്താണ്? 21 എന്ന് പറയുന്ന ഒരു സംഖ്യ വരുന്നില്ല. അതിന് കാരണം എന്താണ്? 44. സോ 44ന് പകരം ഞാൻ 45 എന്ന് വെച്ചു എന്ന് വെച്ചോളൂ. ഓക്കെ, ദെൻ ഇതെല്ലാം പെർഫെക്റ്റ് ആയിരിക്കും. നോക്കൂ, 45 ഞാൻ ഇവിടെ പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് പാറ്റേൺ എനിക്ക് കിട്ടും. 9, 13, 17, 21, 25. ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് നിങ്ങൾ കയറാണ്. ഓക്കെ, ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് മേ ബി നിങ്ങളുടെ സമയം കളയാൻ വേണ്ടി ചിലപ്പോൾ നന്നായിരിക്കും. കുറച്ച് ഇതധികം പ്രാക്ടീസ് ചെയ്യാത്ത ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇറ്റ്സ് എൻ ഇൻട്രസ്റ്റിംഗ്, വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണത്. അടുത്ത ചോദ്യം എന്താണ്? ഇന്റർചേഞ്ചിങ്. ഇത്തരത്തിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വീണ്ടും നമ്മുടെ പ്ലാറ്റ്ഫോമിലുണ്ട്. പക്ഷെ നമുക്ക് നോക്കാം. ഇത് പ്ലസ് മൈനസ് രണ്ട് ഇന്റർചേഞ്ചിങ് വരുന്നത് കേട്ടോ. മൾട്ടിപ്ലിക്കേഷനും പ്ലസ് അല്ല, മൾട്ടിപ്ലിക്കേഷനും മൈനസ് സൈനും ഇന്റർചേഞ്ച് ആവും. 2, 5 എന്നീ സംഖ്യകളും പരസ്പരം മാറ്റി എഴുതും. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. സോ 10 മാറ്റേണ്ട ആവശ്യമില്ല, ഡിവിഷൻ മാറ്റേണ്ട ആവശ്യമില്ല. 2ന് പകരം എനിക്ക് എന്താണ്? 5 എഴുതണം. ഓക്കെ, യെസ്. ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ പകരം മൈനസ് എഴുതണം. 3 മാറ്റേണ്ട ആവശ്യമില്ല. 5ന് പകരം എനിക്ക് 2 എഴുതണം, അല്ലേ? സോ അഡിഷൻ മാറ്റേണ്ട ആവശ്യമില്ല, 2. മൈനസ് എനിക്ക് മാറ്റേണ്ട ആവശ്യമുണ്ട്, ദാറ്റ് ഈസ് 6. സോ 6 × 2 12. 12 ഇവിടെ ഓക്കെ. 10 / 5 2. സോ 2 - 3 + 12. അഗെയിൻ 12 + 2 എത്ര വരിക? ബോർഡ് മാത്സ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് അത് 14. 14 - 3 11. സോ എൻ്റെ ഇത് കറക്റ്റാണ് ഇവിടെ. ഇനി അടുത്തത് നോക്കുക. ചിലപ്പോൾ 1 മാത്രം എന്നുണ്ട്, 1ഉം 2ഉം അല്ല. അടുത്ത് നോക്കുക. അപ്പോൾ അടുത്തതും കൂടി നമുക്ക് നോക്കേണ്ട ആവശ്യമുണ്ട്. ഇവിടെ ടൈം കൺസ്യൂമിംഗ് ആണ് കുറച്ച്, പക്ഷേ ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. നോക്കാം. 5ന് പകരം 2 എഴുതേണ്ടത്, 2 - 4 പ്ലസ് അതേമാതിരി തന്നെ നിൽക്കും. വീണ്ടും 2 എന്നാണ് ഉള്ളത്, അതവിടെ ഞാൻ 5 എന്ന് എഴുതണം. മൈനസ് എന്നവിടെ ഞാൻ മൾട്ടിപ്ലിക്കേഷൻ ഇടണം. 6 / 3. ഓക്കെ, സോ ബോർഡ് മാസ് പ്രിൻസിപ്പിൾ 6 / 3 എത്രയാണ്? 2, അല്ലേ? സോ അഗെയിൻ 5 × 2 10. സോ 2 - 4 പ്ലസ് 5 × 2 10. ഓക്കെ, 10 + 2 12. 12 - 4 എന്ന് പറഞ്ഞാൽ അത് 8. സോ ഇത് കറക്റ്റ് അല്ല. സോ ഇവിടെ 1 മാത്രമാണ് നമ്മളുടെ ശരിയായ ഉത്തരം. അടുത്തെന്താണ്? തിങ്കളാഴ്ച രാവിലെ 7:40 ശരിയായി സെറ്റ് ചെയ്ത ഒരു ക്ലോക്ക് ഓരോ മണിക്കൂറിലും 10 മിനിറ്റ് വീതം അധികമായി ഓടുന്നു. ഓക്കെ, ഓരോ മണിക്കൂറിലും പ്രധാനപ്പെട്ടതാണ്. എങ്കിൽ ചൊവ്വാഴ്ച രാവിലെ 11:10 ഈ ക്ലോക്ക് കാണിക്കുന്ന സമയം എന്തായിരിക്കും, അല്ലെങ്കിൽ എത്രയായിരിക്കും? 7:40 തൊട്ട് തിങ്കളാഴ്ചയാണ്, പ്ലസ് അടുത്ത ദിവസം രാവിലെ 7:40. മൊത്തം എത്രയാണ്? 24 മണിക്കൂറുണ്ട്, അല്ലേ? പ്ലസ് ചൊവ്വാഴ്ച രാവിലെ 11:10 സമയം. 11:10 എന്ന് പറയുമ്പോൾ 7:40 പ്ലസ് 3 മണിക്കൂർ 10:40 പ്ലസ് എത്രയാണ്? 30 മിനിറ്റ്. സോ 3.3 hours. സോ മൊത്തം 27 മണിക്കൂർ 30 മിനിറ്റ് ടോട്ടൽ ടൈം. ഇതിൽ ഓരോ മണിക്കൂറിലും എത്രത്തോളം കൂടുന്നു? 10 മിനിറ്റോളം കൂടുന്നു. ഓക്കെ, സോ 27 മണിക്കൂറിൽ അപ്പോൾ എത്ര വരും? 27 hours 30 minutes എന്ന് പറയുമ്പോൾ ഓരോ മണിക്കൂറിലും 10 മിനിറ്റ് വീതം. അപ്പോൾ 27 മണിക്കൂറിൽ എത്രയാണ്? 270 മിനിറ്റ് കൂടിയിട്ടുണ്ട്. 270 മിനിറ്റ്സ് പ്ലസ് അരമണിക്കൂറിൽ 5 മിനിറ്റ് കൂടിയിട്ടുണ്ടാവും. സോ ടോട്ടൽ 275 മിനിറ്റ്സ്
എക്സ്ട്രാ ഗെയിൻ ചെയ്തിട്ടുണ്ട് എന്നാണ് അർത്ഥം. 275 മിനിറ്റ്സ്. ഓക്കെ, 275 മിനിറ്റ്സ് എക്സ്ട്രാ ഗെയിൻ ചെയ്തിട്ടുണ്ട്. 275 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറായിട്ട് മാറും? 1 മണിക്കൂർ 60 മിനിറ്റ്, 4 മണിക്കൂർ. സോ 4 മണിക്കൂർ 35 മിനിറ്റ് കൂടുതലാണ്. അപ്പോൾ 11:10 പ്ലസ് 4 മണിക്കൂർ എന്ന് പറയുമ്പോൾ എത്ര വരും? 3 മണി വരും അല്ലേ? 11:10 3:10 പ്ലസ് എത്രയാണ്? 35 മിനിറ്റ്. ദാറ്റ് ഈസ് 3:45 PM. അതാണ് ഉത്തരം. കോൺസെപ്റ്റ് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു അല്ലേ? ഇത് എളുപ്പമാണ്, സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. 24 മണിക്കൂറിൽ 10 മിനിറ്റ് വീതം കൂടുമ്പോൾ 240 മിനിറ്റ് കൂടും. 27.5 മണിക്കൂർ കൂടിയിട്ടുണ്ട്. അപ്പോൾ 275 മിനിറ്റ് കൂടി അല്ലേ? 275 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 മണിക്കൂർ 30 നിമിഷം അല്ലേ? 35 മിനിറ്റ്, സോറി 35 മിനിറ്റ്. 4 മണിക്കൂർ 35 മിനിറ്റ്. സോ 4 മണിക്കൂറിന് 11:10 പ്ലസ് 4 മണിക്കൂർ 12:10 1:10 2:10 3:10 അല്ലേ? 3:10 പ്ലസ് 35 മിനിറ്റ് എത്രയാണ്? 3:45 PM. ക്ലിയർ അല്ലേ? ദാറ്റ്സ് ഇറ്റ്, ഡൺ. അടുത്ത ചോദ്യം അത് ഒന്നുമല്ല, അത് വളരെ എളുപ്പമാണ്. അത് നമുക്ക് അധികം സമയം കണ്ടില്ലേ? ഇത് മിക്സ്ചർ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ചിലപ്പോൾ എളുപ്പമുള്ളത്, വളരെ എളുപ്പമുള്ളത് തരും, വളരെ കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത് തരും, പെട്ടെന്ന് കിട്ടും. പക്ഷേ ടുഡേ ഈസ് മൺഡേ, ആഫ്റ്റർ 61 days ഇറ്റ് വിൽ ബി എത്രയാണ്? ഡയറക്റ്റ് 7 ഡിവൈഡ് ചെയ്യാം. 61 ഡിവൈഡ് ബൈ 7 എത്രയാണ്? 56. റിമൈൻഡർ 5. സോ റിമൈൻഡർ 5 എന്ന് പറയുമ്പോൾ ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. സാറ്റർഡേ ഈസ് യുവർ ആൻസർ. ഡൺ. ഇതിന് 1 മിനിറ്റ് പോലും ആവശ്യമില്ല, കിട്ടി. ഇനി ഞാൻ എഗെയിൻ പറഞ്ഞു, ആദ്യത്തെ ഒരു 6 മാസത്തിൽ നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇതിൻ്റെയൊക്കെ കോൺസെപ്റ്റും അറിഞ്ഞിരിക്കണം, മസ്റ്റാണ്. വിച്ച് വൺ ഈസ് ദ ലാർജസ്റ്റ്? 2 raised to 22. 2 raised to 22 ആയിക്കോട്ടെ. പിന്നെ 2 × 2 × 2, അപ്പോൾ 2 × 2 എന്ന് പറഞ്ഞാൽ 4. അപ്പോൾ 2 raised to 4 16. ഇത് വരുന്നില്ല, ലാർജസ്റ്റ് അല്ല. 22 സ്ക്വയർ. 2 raised to 22 എവിടെ കിടക്കണു? 22 സ്ക്വയർ എവിടെ? 22 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 22 × 22 മാക്സിമം എത്ര? 444 സംതിങ് വരും. സോ ദിസ് ഈസ് യുവർ ആൻസർ, ലാർജസ്റ്റ്. ഇതൊക്കെ സിമ്പിളാണ്, ഇതൊക്കെ ദാറ്റ്സ് ഇറ്റ്, ഡൺ. അടുത്ത് 1/4 പ്ലസ് 1/4. എഗെയിൻ ബോർഡ് മാസ് പ്രിൻസിപ്പിൾ വരുന്നു എന്നൊരു ഡൗട്ട് അല്ലേ? ഇതെന്താണ്? 1/4 ഡിവൈഡഡ് ബൈ 1/4. ആദ്യം ഇതെടുക്കുക, ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ. ഇത് 1 ആണ്. സോ 1/4 ദെൻ ഇൻറ്റു വരുന്നു, ഇൻറ്റു ഇത് 1 ആണ്. ഒരു മിനിറ്റ്, എനിക്കത് ഓക്കെ. ദെൻ 1/4 ആദ്യം ഇൻറ്റു 1, ഇവിടെ പ്ലസ് ആണ് കേട്ടോ, ഡിവിഷൻ. ദെൻ 1 × 1/4 വരും. 1 × 1/4 ദാറ്റ് ഈസ് 1/4 മൈനസ് 1/4. സോ 1/4 പ്ലസ് 1/4 മൈനസ് 1/4. ഇത് ക്യാൻസൽ, ദാറ്റ് ഈസ് ആൻസർ ഈസ് 1/4. സിമ്പിൾ ബോർഡ് മാസ് റൂളിൻ്റെ പ്രിൻസിപ്പിളാണ്. ഇനി ഇത്രയേ ഉള്ളൂ സംഭവം. സഞ്ജു വാസ് ഫേസിങ് ഈസ്റ്റ്. ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആദ്യം തന്നെ എഴുതുന്നു നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. സഞ്ജു ഇവിടെ ഇങ്ങോട്ട് ഫേസ് ചെയ്തോട്ടെ. ഹി വാക്സ് 4 meters ഫോർവേഡ്. ആഫ്റ്റർ ടേണിംഗ് ടു ഹിസ് റൈറ്റിലോട്ട് ഹി വാക്ക്ഡ് 3 meter. ആയിക്കോട്ടെ, 4 meter 3 meter, ടിപ്പിക്കൽ പൈത്തഗോറസ് തിയറം. അഗെയിൻ ഹി ടേൺ ടു ഹിസ് ഇങ്ങോട്ടാണ് വരുന്നത്, turn to his right. Again he turned to his right and walked 4 meter. ഓക്കെ, അതായത് ഒരാൾ ഇവിടെ നിൽക്കുന്നു, ഓക്കെ, അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നു. നിങ്ങൾ അത് ഒന്ന് വിഷ്വലൈസ് ചെയ്യണം. ഓക്കെ, ഈസ്റ്റിലോട്ട് നോക്കുന്ന ഒരാൾ റൈറ്റിലോട്ട് എടുക്കുമ്പോൾ സൗത്തിലോട്ടാണ് വരുന്നത് അല്ലേ? സൗത്തിലോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും റൈറ്റിലോട്ട് എടുക്കുമ്പോൾ എന്താണ്? അയാൾ ഇങ്ങോട്ട് വെസ്റ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യുന്നു. വെസ്റ്റ് ആണ്. ഓക്കെ, 4 meter. ആഫ്റ്റർ ദിസ് he turned back, തിരിച്ച് ഒറ്റടിയ റിവേഴ്സ്. വിച്ച് ഡയറക്ഷൻ ഈസ് ഫേസിങ് നൗ? ഈസ്റ്റ്. ഓക്കെ, ഈസ്റ്റ് ആണ്, ഈസ്റ്റ്. കഴിഞ്ഞത് എളുപ്പമാണ്, അത് ഒന്നുമില്ല. ഒരാൾ ഇങ്ങോട്ട് ഫേസ് ചെയ്ത് നിൽക്കുന്നു, കുറച്ച് നേരം ഇങ്ങോട്ട് പോയി, എന്നിട്ട് അയാൾ റൈറ്റിലോട്ട് തിരിയുന്നു, നേരെ തിരിഞ്ഞു. പിന്നെ അയാൾ അവിടെ നിന്ന് പോയിട്ട് വീണ്ടും റൈറ്റിലോട്ട് അയാളുടെ തിരിയുന്നു, ഇങ്ങോട്ട് വന്നു. പിന്നെ അയാൾ യു ടേൺ എടുക്കണം, നേരെ തിരിഞ്ഞു, ടേൺ ബാക്ക്. ദാറ്റ് അഗെയിൻ ഈസ് ഫേസിങ് ഈസ്റ്റ്. ദാറ്റ്സ് ഇറ്റ്, ഡൺ. ആൻഡ് കോഡ് ഞാൻ ചെയ്യുന്നില്ല, കാരണം എന്താ വെച്ചാൽ കോഡൊക്കെ ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. വളരെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കോഡാണ് മൊത്തം. അടുത്ത് നമ്മൾ ഈ കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. ഓക്കെ, ഞാൻ എന്തുകൊണ്ട് ഏറ്റവും ലാസ്റ്റ് വെച്ചെന്ന് വെച്ചാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇനിയുള്ള ഫെർദർ എക്സാംസിനൊക്കെ ഇത് അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ്. കുറച്ച് സമയം എടുത്താലും കുഴപ്പമില്ല. ഓക്കെ, ആഫ്റ്റർ 3 years of investment at 5% per annum, the compound interest of a certain amount is rupees 61 more than simple interest.
സോ നമുക്ക് അറിയാം ഇൻട്രസ്റ്റിൻ്റെ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല എന്താണ്? പി ഇൻറ്റു ആർ ഇൻറ്റു ടൈം ഡിവൈഡഡ് ബൈ 100. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ എന്താണ് പി ഇൻറ്റു 1+r/100 ഹോൾ റൈസ് ടു n. അങ്ങനെയുള്ള ഒരു ഫോർമുല നിങ്ങൾക്ക് അറിയാം. ഇവിടെ ഞങ്ങൾ സ്പെസിഫൈ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ആദ്യത്തെ വർഷം സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിലും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിലും രണ്ടും സെയിം ആണ്. രണ്ടാമത്തെ വർഷം തൊട്ടാണ് ഇത് മാറുന്നത്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കണം, അതൊരു ബേസിക് ലോജിക്കാണ്. ഇനി ഡിഫറൻസ് കാണാം. അപ്പോൾ ഫസ്റ്റ് ഇയറിൻ്റെ ഡിഫറൻസ് എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും 0 ആണ്. അതെപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, അടുത്ത വർഷം തൊട്ട് അത് മാറും. അപ്പോൾ സെക്കൻഡ് ഇയറിന് ഡിഫറൻസ് കാണാനായിട്ടുള്ള ഒരു ഫോർമുലയുണ്ട്. സിമ്പിളാണ്. ഒരു മിനിറ്റ്, വളരെ ഇൻട്രസ്റ്റിംഗ്. PR² ഡിവൈഡഡ് ബൈ 100². പ്രിൻസിപ്പിളാണ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് 100². ഇത് ഓർത്ത് വയ്ക്കുക. ഇവിടെ ചോദിച്ചിരിക്കുന്ന ഒരു പടി കടന്ന് ചോദിച്ചു, നെക്സ്റ്റ് 3 വർഷത്തിൻ്റെ എത്രയാണെന്ന് ചോദിച്ചു. അതിന് ഒരു ഫോർമുലയുണ്ട്, അതും നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ PR² ഇൻറ്റു 100² നിങ്ങൾ പഠിച്ചല്ലോ. അതിൻ്റെ ഫോർമുല എന്താണ്? അടുത്ത ലെവലിലോട്ടാണ്. നമുക്കിത് തന്നെയാണ്, ഡിഫറൻസ് ആണ് കേട്ടോ, രണ്ടും തമ്മിലുള്ള ഡിഫറൻസിന് PR² ഡിവൈഡഡ് ബൈ 100³ ഇവിടെ 300+6. ഓക്കെ, സോ നമുക്കിവിടെ ഡിഫറൻസ് എന്താണെന്ന് തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിരിക്കുന്നത്? ഡിഫറൻസ് 61 തന്നിട്ടുണ്ട്. നമുക്കിവിടെ എഴുതാം 61 ഈക്വൽ ടു പ്രിൻസിപ്പൽ എത്രയാണെന്ന് അറിയില്ല, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 5. സോ 5² ഇൻറ്റു എത്രയാണ്? 300+6 എന്ന് പറയുമ്പോൾ 305 അല്ലേ? ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 100 അങ്ങനെ തന്നെ എഴുതി വെച്ചോളൂ. 100³ എന്നാണ് അർത്ഥം. ഒറ്റയടിക്ക് ക്യൂബ് ഒന്നും ചെയ്ത് വെച്ചേക്കല്ലേ, കാരണം ഇത് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. 5² എന്ന് പറഞ്ഞാൽ 25 4 ടൈംസ് പോകും അല്ലേ? സോ 61 ഈക്വൽ ടു 25 അല്ല, P ഇൻറ്റു 305 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 100 ഇങ്ങനെയായിട്ട് മാറി. ഇനി അടുത്ത് എന്ത് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? 61 305, 61 ഇൻറ്റു 5 ആണ് 305. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് പോകും അല്ലേ? സോ 1 ഈക്വൽ ടു P ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 100. നമുക്ക് ഈ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യം കൂടി വൈൻഡ് അപ്പ് ചെയ്യാം. ലുക്കിംഗ് അറ്റ് എ പോർട്രേറ്റ് ഓഫ് എ മാൻ. ഓക്കെ, അരുൺ സെഡ് ഹിസ് മദർ ഈസ് ദ വൈഫ് ഓഫ് മൈ ഫാദേഴ്സ് സൺ. അരുണിൻ്റെ ഫാദറിൻ്റെ സണ്ണ്. ഐ ഹാവ് നോ ബ്രദർ ഓർ സിസ്റ്റർ, സോ അരുൺ തന്നെയാണ്. ഓക്കെ, സോ ഹിസ് മദർ. ഇപ്പോൾ ഞാനൊരു ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാണ്. മദറാണ്. ഹിസ് മദർ ഈസ് ദ വൈഫ് ഓഫ് മൈ ഫാദേഴ്സ് സൺ. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ എടുക്കണം ഞാൻ, ഹിസ് സൺ. അപ്പം അദ്ദേഹത്തിൻ്റെ മകനാണെന്ന് ഇരിക്കട്ടെ. ഹിസ് സൺ, പോർട്രേറ്റ് ആരും നോക്കിയിട്ട് പറയുന്നത് ഹിസ് സൺ. ഓക്കെ, സണ്ണ് നോക്കി പറയാണ് നിന്റെ, ഐ മീൻ ഹിസ് മദർ. ഓക്കെ, നിങ്ങളത് വിഷ്വലൈസ് ചെയ്യൂ. ഹിസ് മദർ ആരാണ്? സണ്ണിൻ്റെ, സ്വന്തം മകൻ്റെ മദർ ഈസ് ദ വൈഫ് ഓഫ് മൈ ഫാദേഴ്സ് സൺ. ഓക്കെ, ദാറ്റ് മേക്ക് സെൻസ്. യെസ്, മൈ ഫാദേഴ്സ് സൺ ആരാണ്? അരുൺ തന്നെയാണ്. സോ അരുണിൻ്റെ ഭാര്യ, അരുൺ മകൻ്റെ പോർട്രേറ്റ് നോക്കി പറയാണ് ഹിസ് സൺ, ഹിസ് മദർ. ഓക്കെ, മകൻ്റെ മദറിനെ പറ്റിയിട്ട് പറയണത് സ്വന്തം ഭാര്യ, വൈഫ് ഓഫ് മൈ ഫാദേഴ്സ് സൺ. ഐ ഹാവ് നോ ബ്രദർ ഓർ സിസ്റ്റർ. അഗെയിൻ ഇത് ഒരു റിലേഷൻഷിപ്പ് ബിൽഡിംഗ് ആണ്. പ്രാക്ടീസ് ഉള്ളവർക്ക് വളരെ എളുപ്പത്തിൽ കിട്ടും. ദാറ്റ്സ് ഇറ്റ്, ഡൺ. ഓക്കെ, ഇതിനും അധികം സമയമൊന്നും എടുക്കില്ല. പ്രാക്ടീസ് ഇല്ലെങ്കിൽ ഇതെന്താണെന്ന് വെച്ചാൽ കുറച്ച് നേരം നിങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ വരച്ചുകൊണ്ടിരിക്കും. ഓക്കെ, പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ദാറ്റ്സ് ഇറ്റ്, ഡൺ. സോ ഇത്രയേ ഉള്ളൂ ഇതിലെ ചോദ്യങ്ങൾ. വേറൊന്നും ഇനിയുണ്ടോ? എനിക്ക് നോ, ഐ ഡോണ്ട് തിങ്ക് സോ. കോഡിങ് നിങ്ങൾ നോക്കിക്കോളൂ, അത് വളരെ എളുപ്പമാണ്. പിന്നെ ഇംഗ്ലീഷ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ ഞാൻ പറഞ്ഞല്ലോ 900 ക്വസ്റ്റ്യൻസ്. ബ്ലോഗിൽ തന്നെ 300 ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. 15 മോക്ക് ടെസ്റ്റുകളിൽ 300 ചോദ്യങ്ങൾ. അതല്ലാണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിന് മാത്രം സ്പെഷ്യലായിട്ട് ഞങ്ങൾ 300 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് KB ആർട്ടിക്കിളിൽ നൽകിയിട്ടുണ്ട്. അത് മതി, ഇതെല്ലാം കവേർഡാണ്. ഓക്കെ, ദെൻ മലയാളത്തിൻ്റെ അതേമാതിരി തന്നെയാണ് 300 ചോദ്യങ്ങൾ പ്ലസ് ഞങ്ങൾ KB ആർട്ടിക്കിളിൽ ഇനി അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്ന മലയാളത്തിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ദാറ്റ് ഈസ് ഇറ്റ്, മോർ ദാൻ ഇനഫ്. ഓക്കെ, ഇംഗ്ലീഷ് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പെട്ടെന്നൊരു സെഷൻ വേണമെങ്കിൽ പറയാം. പക്ഷേ ദാറ്റ് യു ഹാവ് ടു പ്രാക്ടീസ്. ഞങ്ങൾ ആ ടെസ്റ്റ് മോഡ്യൂൾസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇനി ഞങ്ങൾ തുടങ്ങാൻ പോകുന്ന ഒരു LDC സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ബാച്ച്. LDC അല്ല, അവർ അപ്ഗ്രേഡ് ചെയ്യാണ്. കാരണം LDC എന്നുള്ളൊരു കോറായിട്ട് പഠിക്കാനല്ല, അവർ നെക്സ്റ്റ് ലെവലിലോട്ട് അപ്ഗ്രേഡ് ചെയ്യണം. എല്ലാം KB ആർട്ടിക്കിൾസ്, ഡിഗ്രി ലെവൽ KB ആർട്ടിക്കിൾസ് എല്ലാം അവർക്ക് ഓപ്പൺ ആവും.
അവർ പഠിക്കാം, ടെസ്റ്റുകൾ എടുക്കാം, കണ്ടിന്യൂസ് ആയിട്ട് ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ ഉണ്ടാവും, ഫുൾ ലെങ്ത് ടെസ്റ്റുകൾ ഉണ്ടാവും. അങ്ങനെ അവരെ നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുപോവാണ്. പക്ഷേ പാക്കേജിന് എൽ ജി എസ് എന്നുള്ള രീതിയിലായിരിക്കും മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക. കാരണം ഞങ്ങൾ ഡിഗ്രി ലെവൽ പാക്കേജ് എടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അതെടുക്കാം. രണ്ടും വളരെ അഫോർഡബിൾ ആയിട്ടാണ് ഞങ്ങൾ വെക്കാൻ പോകുന്നത്. LDCന് 400 രൂപയേ ഉണ്ടാവുള്ളൂ. ഈ ഡിഗ്രി ലെവലിന് ജസ്റ്റ് 650 to 700 റുപ്പീസേ ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. കാരണം അതിൽ അത്രയും ഇൻഫർമേഷൻസാണ് വരിക, ഇൻക്ലൂഡിങ് മെയിൻസിൻ്റെ ഉൾപ്പെടെയുള്ള ടോപ്പിക്സ്. താങ്ക് യു.